ഉള്ളതുകൊണ്ട് 1960 മുതൽ സയൻറ്റിഫിക് അഡ്വാൻസ് ആയിട്ടുള്ള ഉപഗ്രഹ ഛായാഗ്രഹണത്തിൽ ഉപഗ്രഹ വിദൂര സമയത്തിലേക്ക് മാറി. അതിലെ കൃത്രിമ ഉപഗ്രഹങ്ങളെ രണ്ടായി തിരിക്കാം: ഭൂസ്ഥിര ഉപഗ്രഹങ്ങളെന്നും സൗരസ്ഥിര ഉപഗ്രഹങ്ങളെന്നും. ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾ എന്ന് പറയുമ്പോൾ ഭൂമിയുടെ ഭ്രമണത്തിനൊപ്പം സഞ്ചരിക്കുന്നതാണ് ഇവർ. സഞ്ചാരപഥ ഭൂമിയിൽ നിന്ന് ഏകദേശം 36 കിലോമീറ്റർ ഉയരത്തിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഈ ഉപഗ്രഹങ്ങൾക്ക് ഭൂമിയുടെ 3 ഭാഗം നിരീക്ഷണപ്പെട്ടി വരുത്താൻ കഴിയും. അപ്പോൾ 3 ഉപഗ്രഹം വെച്ച് കഴിഞ്ഞാൽ ഭൂമിയെ മുഴുവനായിട്ടും ഈ ഉപഗ്രഹങ്ങൾക്ക് നിരീക്ഷണപ്പെട്ടി വരുത്താൻ കഴിയും. കൃത്യമായ ഒരു പ്രദേശത്തിന്റെ വിവരശേഖരണത്തിന് സാധിക്കുകയും വാർത്താവിനിമയത്തിനും ദിനാന്തരീക്ഷത്തിനും ഇത് സഹായിക്കുന്നു. ഇന്ത്യയുടെ ഇൻസാറ്റ് ഉപഗ്രഹങ്ങളാണ് ഭൂസ്ഥിര ഉപഗ്രഹങ്ങൾക്ക് ഉദാഹരണങ്ങൾ. അതുപോലെ തന്നെ സൗരസ്ഥിര ഉപഗ്രഹങ്ങളുണ്ട്. സൗരസ്ഥിര ഉപഗ്രഹങ്ങൾ ഭൂസ്ഥിര ഉപഗ്രഹങ്ങളിലാണ് നിരീക്ഷണപരിധിയാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ കുറച്ച് 900 കിലോമീറ്ററാണ് ഇതിന്റെ സഞ്ചാരപരിധി. സൗരസ്ഥിര അപ്പോൾ അതിന് കുറച്ച് നിരീക്ഷണ പരിധിയിലാണ് എടുക്കാൻ കഴിയുന്നത്. പിന്നെ ആവർത്തിച്ചുള്ള ഇടവേളകളിൽ കൃത്യമായ വിവരശേഖരണത്തിന് സാധിക്കുന്നു. 5000 ഉപഗ്രഹങ്ങളാണ് ഇതിലേക്ക് ഉദാഹരണം. ഇവിടെ ചെറിയ ഒരു ഭൂമിയുടെ സ്ഥലങ്ങൾ കാണിക്കുന്നുണ്ട്. അതിൽ കൺട്രോൾ റൂമുണ്ട്, പിന്നെ ഡിഷുണ്ട്. ഡിഷിൽ റിസീവറും LNB ഉണ്ട്. LNB വഴിയായിട്ടാണ് നമുക്ക് ഇതിലേക്ക് വാർത്തകളും വിവരങ്ങളൊക്കെ കിട്ടുന്നത്. എന്നിട്ട് അത് സാറ്റലൈറ്റിൻ്റെ കൺട്രോൾ